ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിന്റെ തിരുവചനത്തിലൂടെയുള്ള യാത്രയുടെ ദിവസങ്ങളിലാണിത്. ഇന്ന് നമ്മൾ കർത്താവിന്റെ തിരുവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈശോ നമുക്ക് ചിന്തിക്കാനും ധ്യാനിക്കാനുമായി തന്ന വചനം കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാം അധ്യായം 9 മുതലുള്ള വചനങ്ങളാണ്. 9 മുതൽ 14 വരെയുള്ള വചനങ്ങൾ ഏറെ പ്രധാനപ്പെട്ടതായി വായിച്ചപ്പോൾ എനിക്ക് തോന്നി. പ്രിയപ്പെട്ട മക്കളെ, നമ്മളെ അറിയുന്ന നമ്മുടെ ദൈവം, നമ്മുടെ ചിന്തകളും വാക്കുകളും ഒക്കെ മനസ്സിലാക്കുന്ന നമ്മുടെ ദൈവം, നമ്മളെ സ്വന്തമായി ചേർത്ത് പിടിക്കുന്ന നമ്മുടെ ദൈവം, ആ ദൈവത്തിന്റെ ആ വലിയ സ്നേഹം അനുഭവിക്കാനുള്ള കൃപയാണ് ഈശോയോട് ചോദിക്കേണ്ടത്. എനിക്കറിയാം, നിങ്ങൾ എല്ലാവരും തന്നെ പല പല നിയോഗങ്ങൾക്കൊക്കെ വേണ്ടിയിരിക്കുന്നവരാണ്, എല്ലാം ഞാൻ സമ്മതിക്കുന്നു. അതിനെല്ലാം ഉപരി ഈശോയുടെ ആ സ്നേഹത്തിന്റെ, ആ സാന്നിധ്യത്തിന്റെ ആ ഒരു ആഴപ്പെട്ട ആ നിധി അത് സ്വന്തമാക്കാനുള്ള കൃപയാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ പൗലോസ്ലീഹ കൊളോസോസിലെ സഭയ്ക്കെതിയ ലേഖനത്തിൽ ക്രിസ്തു സൃഷ്ടിയുടെ മകുടം, അതാണ് വചനം. ക്രിസ്തു സൃഷ്ടിയുടെ മകുടം 9 മുതലുള്ള വചനങ്ങൾ ഇങ്ങനെയാണ്. തന്മൂലം അതേക്കുറിച്ച് കേട്ട നാളുകൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് ഞങ്ങൾ വിരമിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, എന്താണ് പൗലോസ്ലീഹ കേട്ടതെന്ന് കൊളോസോസിലെ ലേഖനത്തിൽ 1-ാം അധ്യായം 8-ാമത്തെ വചനത്തിലുണ്ട്. എപ്പഫ്രാസ് എന്ന് പറയുന്ന സഹശുശ്രൂഷകൻ പൗലോസിനോട് വന്ന് കൊളോസോസുകാരെ കുറിച്ച് പറയുകയാണ്, ആത്മാവിലുള്ള അവരുടെ സ്നേഹത്തെക്കുറിച്ച്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ആത്മാവ് നമ്മൾക്ക് സ്നേഹമുണ്ട്. ഇപ്പൊ എനിക്ക് ആ ആളുടെ സ്നേഹമുണ്ട്, ഈ ആളുടെ സ്നേഹമുണ്ട്, നിങ്ങളോട് സ്നേഹമുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ വചനം പറഞ്ഞു വെക്കുകയാണ്, നമ്മുടെ സ്നേഹം എങ്ങനെയുള്ള സ്നേഹമായിരിക്കണം? പരിശുദ്ധാത്മാവിലുള്ള സ്നേഹമായിരിക്കണം, ആത്മാവിലുള്ള സ്നേഹമായിരിക്കണം നമ്മുടെ സ്നേഹം. എന്നിട്ട് വചനം പറയുകയാണ്, തന്മൂലം അതേക്കുറിച്ച് കേട്ട നാളു മുതൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് ഞങ്ങൾ വിരമിച്ചിട്ടില്ല. ഇനി ഈ ആത്മാവിലുള്ള സ്നേഹമുള്ള വ്യക്തിയിൽ എന്തു മാറ്റങ്ങളാണ് സംഭവിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് പൗലോസ്ലീഹയുടെ ഉപദേശം. ഇപ്പോ ഈ വചന ശുശ്രൂഷയിലൊക്കെ പങ്കെടുക്കുന്ന നിങ്ങളിലും എന്നിലുമൊക്കെ ഈശോയോടൊരു സ്നേഹമുണ്ട്, മനുഷ്യരോട് സ്നേഹമുണ്ട്. ആ സ്നേഹം ആത്മാവിലായിരിക്കണം എന്നാണ് കർത്താവ് പറഞ്ഞു വെക്കുക. എന്നിട്ട് വചനം പറയാണ്, നിങ്ങൾ പൂർണ്ണമായ ജ്ഞാനവും ആത്മീയമായ അറിവും വഴി ദൈവഹിതത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച കൊണ്ട് നിറയാൻ വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ആത്മാവിലുള്ള സ്നേഹം നമ്മളെ എന്തിലേക്ക് നയിക്കണം? എന്തിനാണ് ലേഖനത്തിൽ പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ പൂർണ്ണമായ ജ്ഞാനവും ആത്മീയ അറിവും വഴി ദൈവഹിതത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച കൊണ്ട് നിറയണം. ദൈവഹിതത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച. അപ്പൊ നമുക്ക് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പലപ്പോഴും ദൈവത്തിന്റെ ഹിതത്തിന്റെ മുൻപില് കീഴടങ്ങുക എന്നുള്ളത്. 2, ദൈവഹിതത്തെ മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്നില്ല. 3, ദൈവഹിതത്തെ അംഗീകരിക്കാൻ നമുക്ക് പറ്റാറില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. 1, ദൈവഹിതത്തെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. 2, ദൈവഹിതത്തിന് കീഴടങ്ങാൻ പറ്റുന്നില്ല. 3, ദൈവഹിതത്തെ അംഗീകരിക്കാൻ നമുക്ക് പറ്റാതെ പോവുകയാണ്. എന്ത് എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥ ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ പൗലോസ്ലീഹ കൊളോസോസുകാരുടെ ലേഖനത്തിൽ വ്യക്തമായി പറയുകയാണ്, ദൈവഹിതത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച കൊണ്ട് നിങ്ങൾ നിറയാനാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അപ്പൊ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ, നമ്മൾ ജോലി ചെയ്താലും, നമ്മളൊരു സഹായം ചെയ്താലും, നമ്മളൊരു വലിയ ചാരിറ്റി ചെയ്താലും, നമ്മൾ ഒരു കഷ്ടപ്പെട്ട ഒരു കാര്യം, ഇപ്പൊ ഒരു ഭാര്യ ഭർത്താവിന് വേണ്ടി കഞ്ഞിയും കറി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്, അപ്പോഴും നമ്മൾ ചിന്തിക്കണം, തിരിച്ചു വരുമ്പോൾ ഹസ്ബൻഡ് താല്പര്യപ്പെട്ടിട്ടുണ്ടാവില്ല ചിലപ്പോ. അപ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കണം? ദൈവഹിതത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച. ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവഹിതത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച കൊണ്ട് നിറയാനുള്ള കൃപയാണ് ചോദിക്കേണ്ടത്. ആത്മാവിലുള്ള ഒരു വലിയ ദൈവസ്നേഹം നമുക്ക് കിട്ടണം. അവിടെയാണ് ഈ വലിയ ഉൾക്കാഴ്ചയിലേക്ക് നമുക്ക് വരാൻ പറ്റുള്ളൂ. അടുത്ത വചനം ഉപദേശങ്ങളാണ് പൗലോസ്ലീഹായുടെ. കർത്താവിന് യോജിച്ചതും അവിടത്തേക്ക് തികച്ചും പ്രീതികരവുമായ ജീവിതം നയിക്കാൻ നിങ്ങൾക്കിടയാവട്ടെ. അപ്പം സ്ലീഹ കൊളോസോസുകാരുടെ ലേഖനത്തിൽ അവരിൽ നിന്ന് ആഗ്രഹിക്കുന്ന എന്താണ്? കർത്താവിന് യോജിച്ചത്, അവിടത്തേക്ക് തികച്ചും പ്രീതികരമായത് എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ല. എന്റെ ദൈവത്തിന് ഏറ്റവും പ്രീതികരമായത്
ആയി ഒരു ജീവിതം നയിക്കാൻ നിങ്ങൾക്കിടയാകട്ടെ. അതുവഴി നിങ്ങളുടെ എല്ലാ നല്ല പ്രവൃത്തി, അപ്പൊ നമ്മൾ ഈ കാര്യങ്ങൾ ദൈവഹിതത്തിനനുസരിച്ച് നമ്മൾ ജീവിച്ചു തുടങ്ങുമ്പോൾ, നമ്മുടെ കർത്താവിനെ പ്രീതിപ്പെടുത്തുന്ന ഒരു ജീവിതയാത്ര നമുക്കുണ്ടാകുമ്പോൾ എന്താണ് നമുക്ക് കിട്ടുക? അതാണ് പൗലോസ് പറയുന്നത്. അതുവഴി നിങ്ങളുടെ എല്ലാ നല്ല പ്രവൃത്തികളും ഫലദായകമാവുകയും, നമ്മുടെ എല്ലാ പ്രവൃത്തികളും ഫലദായകമാവുകയും ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൽ നമ്മൾ അഭിവൃദ്ധിപ്പെടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പല പ്രവൃത്തികളും ഫലം ചൂടുന്നില്ലെങ്കിൽ അത് എന്തുകൊണ്ടാണെന്നാണ് പൗലോസ് പറഞ്ഞു വെക്കുക. എങ്ങനെ നിന്റെ ജീവിതത്തിലെ പ്രവൃത്തികൾ ഫലദായകമാക്കാൻ നിനക്ക് പറ്റുമെന്ന് പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്: കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനത്തിൽ അഭിവൃദ്ധിപ്പെടുമ്പോൾ നിന്റെ പ്രവൃത്തികളെല്ലാം ഫലദായകമായി മാറുകയാണ്. ഇനി ഈ ഫലദായകത്വം എന്ന് പറയുന്നത് എന്താണ് പ്രിയപ്പെട്ടവരെ? അതിന്റെ അടുത്ത വശം കുറച്ചുകൂടി വിശദീകരിച്ച് ശ്ലീഹ പറയുകയാണ്: എല്ലാം സന്തോഷത്തോടെ സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും. അപ്പോൾ എന്താണ്? ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും സന്തോഷത്തോടെ സഹിക്കണം, ക്ഷമിക്കണം. ഇത് നമ്മൾ എപ്പോഴും കേൾക്കുമല്ലോ, എല്ലാ ധ്യാനഗുരുക്കന്മാരും എന്താ പറഞ്ഞു? നിങ്ങൾ സഹിക്കുക, ക്ഷമിക്കുക, സഹിക്കുക, ക്ഷമിക്കുക. ചില പറയും, സിസ്റ്റർ സഹിക്കാനും ക്ഷമിക്കാനും അല്ല, മറ്റൊന്നും പറയാനില്ലേ? അതെ, നമുക്ക് ആർക്കും ഇത് കേൾക്കാനോ ഇതിനോട് ചേരാനോ അത്ര താല്പര്യമില്ല. ശ്ലീഹ പറയുകയാണ്, എല്ലാം സന്തോഷത്തോടെ സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും അവിടുത്തെ മഹത്വത്തിന്റെ പ്രാഭവത്തിനനുസൃതമായി സർവശക്തിയിലും നിങ്ങൾ ബലം പ്രാപിക്കട്ടെ. അവിടുത്തെ മഹത്വത്തിന്റെ പ്രാഭവത്തിനനുസൃതമായി സർവശക്തിയിലും നിങ്ങൾ ബലം പ്രാപിക്കട്ടെ. അപ്പോൾ വലിയ ബലമാണ് നമുക്ക് വേണ്ടത് ഈ സന്തോഷത്തോടെ സഹിക്കാൻ. എങ്ങനെയാ കിട്ടേണ്ടത്? ദൈവത്തിന്റെ വലിയ ശക്തിയിൽ നിന്ന് നമ്മൾ ബലം പ്രാപിക്കണം. അപ്പം ഈ പ്രാർത്ഥനകളും ധ്യാനങ്ങളും എല്ലാം, ഈ വചന ശുശ്രൂഷകളും ഒക്കെ എന്തിനാ? ദൈവത്തിന്റെ വലിയ ശക്തിയില് ബലം പ്രാപിക്കാനുള്ളതാണ്. കർത്താവിന്റെ വലിയ ശക്തിയിൽ ബലം പ്രാപിക്കാനാണ് ഇതുള്ളതെന്നാണ് വചനം പറയുന്നത്. എന്നിട്ടോ, പ്രകാശത്തിൽ വിശുദ്ധരോടൊപ്പം പങ്കുചേരാനുള്ള അവകാശത്തിന് നമ്മെ യോഗ്യരാക്കിയ പിതാവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. അപ്പൊ പ്രകാശത്തിൽ വിശുദ്ധരോടൊപ്പം നമ്മൾ പങ്കുചേരണം. അപ്പോൾ ഈ സഹനം, ശക്തി എല്ലാം വേണം നമുക്ക്. അവിടെയാണ് വിശുദ്ധരോടൊപ്പം ദൈവരാജ്യത്തിലായിരിക്കാനുള്ള കൃപ നമുക്ക് കിട്ടുന്നത്. ഇനി അടുത്തത് എന്താണ്? ഈ പ്രകാശം കിട്ടിക്കഴിയുമ്പോൾ, ഈ വിശുദ്ധരോടൊപ്പമുള്ള പ്രകാശത്തിലൂടെയുള്ള യാത്രയിൽ എന്താണ് സംഭവിക്കുന്നത്? അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കുകയാണ്. അവിടെ നമ്മെ മോചിപ്പിച്ചു, അവിടുത്തെ പ്രിയപുത്രന്റെ രാജ്യത്തിലേക്ക് നമ്മളെ ആനയിക്കുകയും ചെയ്തു. ഇതാണ് നമ്മുടെ ലക്ഷ്യം, ഇതാണ് നമ്മുടെ എല്ലാം. അവനിലാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനവും ലഭിച്ചിരിക്കുന്നത്. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിരൂപവും. നമ്മുടെ ഈശോ നമുക്ക് ആരാണ്? അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള ആദ്യജാതനുമാണ്. കാരണം അവനിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഈശോയുടെ മുൻപിൽ ഇരിക്കുമ്പോഴും നമുക്ക് ഒരു ബുദ്ധിമുട്ട്, ഭാരം ഒക്കെ വരുമ്പോഴും നമ്മൾ ആ ഈശോയുടെ ആ വലിയ വിശ്വാസം ഏറ്റുപോരണം. വിശ്വാസ പ്രമാണം ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കണം. അത്രയൊന്നും ഉറങ്ങാനായിട്ട് പറ്റുന്ന എന്ത് വലിയൊരു അസ്വസ്ഥത, രോഗമാണ്, അതുമല്ല, പറ്റുന്നില്ല, ഉറക്കമേ കിട്ടുന്നില്ല. കുറേ സമയം ഇങ്ങനെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് അങ്ങനെ മനസ്സിലേക്ക് വരികയാണ്. കാരണം എന്താണ്? അവനാണ് അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് നമ്മെ മോചിപ്പിച്ചത്. അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിരൂപമുണ്ട്. എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ എന്റെ കർത്താവ് എന്റെ ആ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിരൂപമാണ്. എന്നിട്ട് പറയുകയാണ്, എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള ആദ്യജാതനാണ്. അവന്റെ കയ്യിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യമായ എല്ലാ വസ്തുക്കളും അവെല്ലാം സൃഷ്ടിക്കപ്പെട്ടതാണ്. എല്ലാറ്റിന്റെയും മുകളിലാണ് അവൻ. അവനാണ് എല്ലാറ്റിനും മുമ്പുള്ളവൻ. സമസ്തവും അവന് സ്ഥിതി ചെയ്യുന്നു. നമ്മൾ ഇതൊക്കെ ഒന്ന് വായിക്കുമ്പോൾ നമുക്ക് ഒരു പ്രതീക്ഷ, ഒരു സന്തോഷം, ഒരു സമാധാനം ഒക്കെ നമുക്ക് കിട്ടുകയാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ ഒരു വചനം എന്തെന്നാൽ, അവനിൽ സർവ്വസമ്പൂർണ്ണം നിവസിക്കണമെന്ന് ദൈവം തിരുമനസ്സായി സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. ഈ ഒരു വലിയ ചിന്ത ഇന്ന് നമ്മുടെ കുടുംബത്തിൽ ഈ വചനം കൃപയായി പെയ്തിറങ്ങട്ടെ. നമുക്ക് അതിനായിട്ട് ആഗ്രഹിക്കാം. കർത്താവിന്റെ സ്നേഹം, കർത്താവിനോടുള്ള സ്നേഹം, സഹോദരനോടുള്ള സ്നേഹം ആത്മാവിലുള്ള സ്നേഹമായിട്ട് മാറുവാൻ നമുക്ക് ആഗ്രഹിക്കാം. ആ വലിയ അറിവ്, ജ്ഞാന വിശ്വം നമുക്ക് തരട്ടെ. കണ്ണുകൾ അടച്ച് കരങ്ങൾ കുട്ടിപ്പിടിക്കാം. ദിവ്യകാരുണ്യനാഥ,
ആത്മാവിലുള്ള വലിയ ജ്ഞാനത്തിലേക്ക്, അറിവിലേക്ക്, സ്നേഹത്തിലേക്ക് ഞങ്ങളെ ആനയിക്കണമേന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ മുട്ടുകൾ മടക്കാം. ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് ക്ഷണിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരമ ദിവ്യകാരുണ്യ സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെ മരിച്ചവരെ വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിക്കുന്നു. അവരുടെ നിലവിളി കേട്ട് അവിടുന്ന് അവരെ രക്ഷിക്കുന്നു. തന്റെ ഭക്തന്മാരുടെ ആഗ്രഹങ്ങൾ സഫലമാക്കുന്ന കർത്താവ്, അസാധ്യമെന്ന് നീ എഴുതിത്തള്ളി എല്ലാ കാര്യങ്ങളെയും കർത്താവിന്റെ സന്നിധിയിലേക്ക് വെച്ച് സ്തുതിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എന്തുവായിക്കൊള്ളട്ടെ, രോഗികളായ ജീവിത പങ്കാളിയെ ഓർത്താകാം, അല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെ മാനസാന്തരത്തിന് വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ മക്കളുടെ മാനസാന്തരത്തിന് വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ ജോലിയില്ലാത്ത അവസ്ഥകളായിരിക്കും. ഇതെല്ലാം അസാധ്യമെന്ന് ചിന്തിച്ച് നാനും നിങ്ങളും വിഷമിക്കുന്ന അവസ്ഥകളാണെങ്കിൽ അതെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് എടുത്തു വെച്ച് ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. എല്ലാ മക്കളും സ്തുതിക്കട്ടെ. ആരും കണ്ണു തുറക്കാതെ സ്വരമുയർത്തി മനമുയർത്തി നിന്റെ ജീവിതത്തിന്റെ അസാധ്യത്തെ സാധ്യമാക്കുന്ന കർത്താവിനെ ഓർത്ത് മുന്നിൽ കണ്ട്, വഴി തുറക്കുന്ന കർത്താവിനെ മുന്നിൽ കണ്ട് ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, സാമ്പത്തിക കടബാധ്യതയുടെ മക്കളെ സമർപ്പിക്കുന്ന കർത്താവേ, പോലീസ് കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മക്കളെ സമർപ്പിക്കുന്ന കർത്താവേ, ആക്സിഡന്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മക്കളെ സമർപ്പിക്കുന്ന കർത്താവേ, ക്യാൻസർ രോഗികളായ മക്കളെ സമർപ്പിക്കുന്ന കർത്താവേ, കുടുംബത്തിൽ സമാധാനമില്ലാത്ത മക്കളെ സമർപ്പിക്കുന്ന കർത്താവേ, തീർത്തും ഒറ്റപ്പെട്ട് നിൽക്കുന്ന മക്കളെ സമർപ്പിക്കുന്ന കർത്താവേ, ഡിവോഴ്സിന്റെ വക്കിലെത്തി നിൽക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, പരസ്പരം ഐക്യപ്പെടാത്ത മനസ്സുകളെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്നു. എല്ലാ മക്കളും സ്തുതിക്കട്ടെ. എല്ലാ മക്കളും പ്രാർത്ഥനാ വരം ദൈവം കൊടുത്തിരിക്കുന്ന എല്ലാ മക്കളും ഇപ്പോൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കട്ടെ. ഈ കൂട്ടായ്മയിൽ വലിയ ദൈവകൃപ ഒഴുകാൻ ആഗ്രഹിച്ച് എല്ലാ മക്കളും സ്തുതിക്കട്ടെ. ഭാഷാവരത്തിൽ സ്തുതിക്കട്ടെ. സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. എല്ലാ മക്കളും സ്തുതിക്കട്ടെ. സങ്കടങ്ങളെ ഓർത്ത്, വേദനകളെ ഓർത്ത് സ്തുതിക്കട്ടെ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. എന്നെ ശക്തനാക്കുന്നവരിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. യേശു അവരുടെ നേരെ നോക്കി പറഞ്ഞു, മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിനെല്ലാം അങ്ങനെയല്ല, അവിടത്തേക്ക് എല്ലാം സാധ്യമാണ്. ഈശോയെ സ്തുതിക്കുന്നു. ആരാധന, 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 ആരാധന. കൃപ നിറയട്ടെ. ഒരു മനസ്സും അലസതയോടെ ഇരിക്കരുത്. എല്ലാ ഹൃദയങ്ങളും സ്വസ്ഥമായി ദൈവത്തിന്റെ സന്നിധിയിലായിരുന്നു കൊണ്ട് സ്വരമുയർത്തി മനമുയർത്തി കർത്താവെ സ്പർശിക്കണമേ, കർത്താവെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ശക്തിയോടെ കരങ്ങൾ അടിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. എല്ലാ മക്കളും ശക്തിയോടെ കരങ്ങൾ അടിച്ച് അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. ബുദ്ധിക്കതീതമത്യത്ഭുതങ്ങള എൻ്റെ ദൈവം എന്നെ നടത്തിയിടുന്നു. ബുദ്ധിക്കതീതമത്യത്ഭുതങ്ങള എൻ്റെ ദൈവം എന്നെ നടത്തിയിടുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. എല്ലാം സാധ്യമാക്കുന്ന കർത്താവേ, എന്നെ വിളിക്കുക, ഞാൻ നിനക്ക് മറുപടി നൽകാം. നിന്റെ ബുദ്ധിക്ക് അതീതവും മഹത്വവും നിഗൂഢമായ കാര്യങ്ങൾ
ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരാമെന്ന് അരുളി ചെയ്ത കർത്താവേ, ശക്തമായി അവിടുന്ന് ജീവിക്കുന്നത് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു കർത്താവേ. കർത്താവെ, അവിടുന്ന് ഇറങ്ങി നിന്ന് പ്രവർത്തിക്കണം യേശുവേ. എല്ലാ ജീവിതങ്ങളിലെയും അസാധ്യങ്ങളായ എല്ലാ കാര്യങ്ങളുടെയും മേൽ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ, ദൈവഹിതം വെളിപ്പെടട്ടെ കർത്താവേ. മനസ്സുകൾ ഉണരട്ടെ, മനസ്സുകൾ പ്രാർത്ഥിക്കട്ടെ, ഹൃദയം ഉരുകി അനുതപിക്കട്ടെ കർത്താവേ. സ്തുതിക്കുന്നു കർത്താവേ. ഭാരം പ്രയാസങ്ങൾ വന്നിടിലും തെല്ലും കുലുങ്ങുകയില്ലായിനി. ഭാരം പ്രയാസങ്ങൾ വന്നിടിലും തെല്ലും കുലുങ്ങുകയില്ലായിനി. ബുദ്ധിക്കതീതമ ദിവ്യ സമാധാനം എൻ്റെ ഉള്ളിൽ ദൈവം നിറയ്ക്കുന്നു. ബുദ്ധിക്കതീതമ ദിവ്യ സമാധാനം എൻ്റെ ഉള്ളിൽ ദൈവം നിറയ്ക്കുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ യേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ യേശുവൻ കൂടെയുള്ളതാ. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. സമർപ്പിക്കുന്നു കർത്താവേ. കർത്താവിൽ ആനന്ദിക്കുക, അവിടെ നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുമെന്ന് അരുളി ചെയ്ത കർത്താവേ, അങ്ങ് എല്ലാവരോടും കരുണ കാണിക്കുന്നു. അവിടത്തേക്ക് എന്തും സാധ്യമാണല്ലോ. ജ്ഞാനം 11:23. അങ്ങ് എല്ലാവരോടും കരുണ കാണിക്കുന്നു. അങ്ങേക്ക് എന്തും സാധ്യമാണല്ലോ കർത്താവേ, എന്തും സാധ്യമാണല്ലോ ഈശോയെ. എന്റെ ഈശോയെ, എല്ലാം സമർപ്പിച്ച് ഞങ്ങൾ ആരാധിക്കുന്നു, എല്ലാം തന്ന് ഞങ്ങൾ ആരാധിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ ആരാധിക്കുന്നപ്പാ, ശക്തമായ അവിടുത്തെ സാന്നിധ്യം ഈ കൂട്ടായ്മയിൽ ഇറങ്ങി നിൽക്കട്ടെ ഈശോയെ. ഈ ജീവിതങ്ങളിൽ നിറയട്ടെ ഈശോയെ, എല്ലാ ഹൃദയങ്ങളിലും നിറയട്ടെ ഈശോയെ. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നപ്പാ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ആരാധിക്കുന്ന എല്ലാ ഹൃദയങ്ങളും കണ്ണീരണിഞ്ഞ് പ്രാർത്ഥിക്കട്ടെ, എല്ലാ മനസ്സുകളും പാടി ആരാധിക്കട്ടെ. സാത്താന്റെ ശക്തികളെ ജയിക്കും ഞാൻ, വാചനത്തിൻ ശക്തിയാൽ ജയിക്കും ഞാൻ. സാത്താന്റെ ശക്തികളെ ജയിക്കും ഞാൻ, വാചനത്തിൻ ശക്തിയാൽ ജയിക്കും ഞാൻ. ബുദ്ധിക്കതീതമം ശക്തി എന്നിൽ നിറച്ചെന്റെ ജയാളിയായി നടത്തിയിടുന്നു. ബുദ്ധിക്കതീതമം ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയെ നടത്തിയിടുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവൻ കൂടെയുള്ളതാ. 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. യേശുവേ, യേശുവേ ആരാധന. എല്ലാ ഹൃദയങ്ങളും പ്രാർത്ഥിക്കട്ടെ മക്കളെ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കട്ടെ, ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കട്ടെ കർത്താവേ. അവിടുത്തെ അസാധ്യമായ സാധ്യതയിലേക്ക് ഇറങ്ങി വരുന്ന അവിടുത്തെ ശക്തമായ കാരുണ്യം ഇപ്പോൾ ഈ കൂട്ടായ്മയിൽ ഒഴുകട്ടെ ഈശോയെ. കരുണ വേണ്ടവർക്ക് കരുണ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. കർത്താവെ, ഹൃദയം തുറന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഈശോയെ. കർത്താവ്, ഈ സമയം
ഹാർട്ട് രോഗിയായ ഒരു വ്യക്തിയെ സൗഖ്യപ്പെടുത്തുന്ന ഈശോ വെളിപ്പെടുത്തുന്നുണ്ട്. കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, കർത്താവെ സ്തുതിക്കുന്നു. വലിയൊരു ഭാരം ഒരു വ്യക്തിയുടെ ശിരസിൽ നിന്ന് ഈശോ എടുത്തു മാറ്റി വലിയൊരു സമാധാനം കൊടുക്കുന്നതായി കർത്താവ് വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ കുർബാന അനുഭവമാക്കി ഈശോ രണ്ടുപേർക്ക് തരുന്നു, കൃപ തരുന്നു. കുർബാന അനുഭവം, ഹൃദയത്തിലേക്ക് ഈശോ വരുമ്പോൾ തുള്ളിച്ചാടുന്ന അനുഭവം കിട്ടുന്ന രണ്ട് വ്യക്തികളെ ഈശോ എടുത്തു കാണിച്ചു തരികയാണ്. കർത്താവെ സ്തുതിച്ചു. വിശുദ്ധ പൗസ്തീനാണ് പ്രത്യേക സാന്നിധ്യം ഈ കൂട്ടായ്മയിൽ തന്ന് ഈശോ അനുഗ്രഹിക്കുന്നു. കർത്താവെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു, കർത്താവെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. വീട് ഒന്ന് പുതുക്കി പണിയാൻ ആഗ്രഹിക്കുന്ന ഒരു കുടുംബത്തിന് കർത്താവ് അതിന്റെ കൃപ കൊടുത്ത് അനുഗ്രഹിക്കുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. കർത്താവെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു, കർത്താവെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഈശോ ഒരു കാര്യം പറയാണ്, ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ മക്കളും ശക്തമായി സ്തുതിച്ചു പ്രാർത്ഥിക്കട്ടെ. ചെറുതും വലുതുമായി ശുശ്രൂഷകളെ സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ നിന്റെ പ്രവാചകരാക്കി, കർത്താവെ നിന്റെ ശുശ്രൂഷകരാക്കി ഞങ്ങളെ മാറ്റണേ കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചെറുതും വലുതുമായ എല്ലാ മേഖലകളെ സമർപ്പിച്ച മക്കളെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. കർത്താവെ വഴി തുറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, വാതിലുകൾ തുറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ സമർപ്പിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, ഈശോയെ നന്ദി, നന്ദി. കണ്ണുകളടച്ച് എല്ലാ മക്കളും കണ്ണുകളടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെക്കട്ടെ. ബൈബിൾ ഉണ്ടെങ്കിൽ ബൈബിൾ എടുത്ത് ചങ്കോട് ചേർത്ത് പിടിക്കും. ജീവിക്കുന്ന വചനമായ ഈശോയെ, ദിവ്യകാരുണ്യത്തിൽ ജീവിക്കുന്ന ഈശോയെ, ഈ തിരുവയ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. വിശ്വാസത്തോടെ എല്ലാ മക്കളും സ്തുതിക്കട്ടെ. കർത്താവെ സ്തുതിക്കുന്നു, കർത്താവെ ആരാധിക്കുന്നപ്പ. വലിയ ശക്തി കർത്താവെ, കർത്താവെ സ്വർഗത്തിന്റെ വലിയ ശക്തി ഈ കൂട്ടായ്മയിൽ ഇറങ്ങി നിൽക്കട്ടെ. ഈശോയെ സ്തുതിക്കുന്നു, കർത്താവെ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. കർത്താവെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കർത്താവെ മഹത്വപ്പെടുത്തുന്നു ഈശോയെ. ആരാധിക്കുന്ന എന്റെ കർത്താവെ, ആരാധിക്കുന്ന എന്റെ നാഥനെ, ഹൃദയം തുറന്ന് ആരാധിക്കുന്നു ഈശോയെ. ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, 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 ഈശോയെ. ജീവിക്കും ദൈവത്തിനരൂപിയേ, നവ്യമായി ഞങ്ങൾ പതിക്കേണമേ. ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം. ഉരുക്കി ഞങ്ങളെ വാർത്തെടുക്കൂ, സ്നേഹം നിറച്ചു നീ ഉപയോഗിക്കൂ. ജീവിക്കും ദൈവത്തിനരൂപിയേ, നവ്യമായി ഞങ്ങളിൽ പതിക്കേണമേ. ഉരുക്കി ഞങ്ങളെ വാർത്തെടുക്കൂ, കൃപകൾ നിറച്ചു നീ ഉപയോഗിക്കൂ. ഉരുക്കി ഞങ്ങളെ വാർത്തെടുക്കൂ, വചനം നിറച്ചു നീ ഉപയോഗിക്കൂ. ഈശോയുടെ കരങ്ങളിലേക്ക് എല്ലാവരെയും സമർപ്പിക്കാം.